stage. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى الصلاة والسلام على النبي المصطفى وعلى آله وصحبه الذين هم أهل الصدق والوفاء أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഈ വേദിയിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം കാരുണ്യത്തിൻ്റെ തിരുദൂതർ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ്. എനിക്കത് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത് തന്നെ ലോകർക്കെല്ലാം അനുഗ്രഹമായിട്ടാണെന്ന് ഖുർആനിൽ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിലൂടെ ഈ ആശയമാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. നബി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും റസൂലിനെ മാത്രമാണ്. പുത്തൻവാദികളും ഓറിയന്റലിസ്റ്റുകളും നബി തങ്ങളെ ക്രൂരനായും വില്ലനായും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ചരിത്രം ശരിക്കറിയാവുന്ന ഒരാൾക്കും അവരുടെ വാദങ്ങളെ സമ്മതിക്കാനാവില്ല. ഫലസ്തീനിലെ കുഞ്ഞുമക്കളോട് പോലും കൊടും ക്രൂരത കാണിച്ചിരുന്ന ഇസ്രായേൽ സൈന്യം ഒരു നിമിഷം നബിയുടെ അധ്യായമായ മല്ലാ യർഹം ലാ യർഹം, കരുണ കാണിക്കാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല നമുക്ക് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. യുദ്ധാമുഖത്ത് നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊല്ലരുതെന്ന് പഠിപ്പിച്ച റസൂലിൻ്റെ കാരണം എത്രത്തോളം എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. തിരുനബിയുടെ കാരുണ്യം എഴുതിയാലും പറഞ്ഞാലും തീരില്ല എന്നത് വാസ്തവമാണ്. ഒരിക്കൽ നബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സഹാബി പോവുകയുണ്ടായി. അവിടെ ചെന്ന് നബി തങ്ങളെ വിളിച്ചപ്പോൾ മറുപടിയൊന്നും ലഭിച്ചില്ല. ഓല കൊണ്ട് മേഞ്ഞ ആ വീടിൻ്റെ വിടവിലൂടെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ സ്വഹാബി ആശ്ചര്യപ്പെടുത്തി. നബി തങ്ങൾ കുട്ടികളുമായി ആന കളിക്കുന്നതാണ് ആ സ്വഹാബി അവിടെ നിന്ന് കണ്ടത്. ഒരു സമുന്നത നേതാവ് സ്വന്തം പേരക്കിടങ്ങളുമായി കുട്ടിക്കളി കളിക്കുന്നതാണ്. അവിടുത്തെ മനസ്സിൽ കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. കാരുണ്യത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു തിരുനബി എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ആ നബിയെ പിൻപറ്റുകയും മാതൃകയാക്കുകയും ചെയ്യാൻ ആദ്യം തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.